ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത 1 കോടി രൂപ ഓച്ചിയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്. 34 കോടി രൂപ ആണ് ധർമ്മണിയായിട്ട്. ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ. ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ. ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും ഒത്തൊരുമയുടെയും ഒളിമങ്ങാത്ത മനുഷ്യസ്നേഹത്തിന്റെയും കൈപിടിച്ച് അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരൻ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിക്കുകയെന്ന വമ്പൻ ലക്ഷ്യത്തിലേക്ക് മലയാളികൾ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയപ്പോൾ ഭീമമായ തുക പിരിഞ്ഞു കിട്ടി, അതും ദിവസങ്ങൾക്കുള്ളിൽ. കയ്യബദ്ധം മൂലം സൗദി ബാലൻ മരിക്കാനിടയായ സംഭവത്തിൽ 18 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് അബ്ദുൾ റഹീം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട 34 കോടി രൂപയാണ് മലയാളികൾ ദിവസങ്ങൾക്കകം കൈകോർത്ത് പിടിച്ച് സമാഹരിച്ചത്. തുക സൗദി കുടുംബത്തിന് നൽകാനുള്ള അന്തിമ ദിവസത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെയാണ് 34 കോടി രൂപ പൂർണ്ണമായും സ്വരൂപിച്ചത്. റഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാനമായും ധനം സമാഹരിച്ചത്. ഇതുവഴി 31 കോടി 93 ലക്ഷത്തി 46,568 രൂപ ബാങ്കിലെത്തി. 2 കോടി 52 ലക്ഷം രൂപ പണമായി നേരിട്ട് കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴയിലുള്ള റഹീമിന്റെ വീട്ടിലുമെത്തി. ഇത് പ്രകാരം മൊത്തം 34 കോടി 45 ലക്ഷത്തി 46,568 രൂപയാണ് ലഭിച്ചത്. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ബോബി ചെമ്മണ്ണൂർ നൽകിയ 1 കോടി രൂപ ഉൾപ്പെടെയാണ് വമ്പൻ ലക്ഷ്യത്തിലേക്ക് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ എത്തിയതെന്ന് ധനസഹായ സമിതി ഭാരവാഹികൾ പറയുന്നു. ബോബി ചെമ്മണ്ണൂരിനൊപ്പം കടൽ മച്ചാൻ ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയതിന്റെ കൂടി ഫലമാണ് ഈ തുക. പണസമാഹരണം വെള്ളിയാഴ്ച ഉച്ചയോടെ 30 കോടി കവിഞ്ഞിരുന്നു. മണിക്കൂറുകൾക്കുള്ളിലാണ് 4 കോടി രൂപ കൂടി ലഭിച്ചത്. ചൊവ്വാഴ്ചയാണ് പണം നൽകാനുള്ള അവസാന തീയതി. ഫണ്ട് കളക്ഷന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഓഡിറ്റിംഗിന് പ്രത്യേക ആപ്പിന്റെ പ്രവർത്തനം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4:30 വരെ നിർത്തിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 34 കോടി രൂപ സമാഹരിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചത്. ഇവിടെ പിരിച്ചെടുത്ത പണം ഇന്ത്യൻ എംബസി വഴി സൗദിയിലെത്തിക്കും. ഇതിനായി ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. വധശിക്ഷയും അതിനു പകരം പാരിതോഷികവും എന്നുള്ളത് സൗദി സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയമായതിനാൽ ഔദ്യോഗികമായി ഇടപെടാൻ പരിമിതികളുണ്ടെന്നാണ് സൗദി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടത് ഒരു കുടുംബമാണെന്നും ഇത് ഭരണകൂടത്തിന്റെ പരിധിയിൽ വരില്ല എന്നുമാണ് സൗദി അധികൃതരുടെ വെളിപ്പെടുത്തൽ. എങ്കിലും മോചനവുമായി ബന്ധപ്പെട്ട സാധ്യമായതെല്ലാം ചെയ്തു തരാൻ തയ്യാറാണെന്ന് റിയാദിലെ മലയാളികൾക്ക് സൗദി അധികൃതർ ഇതിനോടകം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീം 18 വർഷമായി റിയാദിലെ ജയിലിലാണുള്ളത്. 2006-ൽ തന്റെ 26-ാം വയസ്സിലാണ് റഹീമിനെ ജയിലിൽ അടച്ചത്. കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയാണ് റഹീം ചെയ്തിരുന്നത്. ഫായിസിന് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു. കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു. 2006 ഡിസംബർ 24-ന് ഫായിസിനെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയും ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിക്കുകയുമായിരുന്നു. തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. റിയാദിലെ കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതികൾ ശരിവെച്ചു. ഈ കാലയളവിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നതതലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായില്ല. 34 കോടി രൂപ ദയാധനമെന്ന ഉപാധിയിൽ ഒടുവിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു. ആ തുകയാണ് ഇപ്പോൾ ഒരു കൂട്ടം മലയാളികൾ ഒത്തുചേർന്ന് സമാഹരിച്ച് കൈമാറുന്നത്. ഇത് തുടങ്ങുമ്പോൾ 2 കോടി 40 ലക്ഷമാണ് ഫണ്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം പല സംഘടനകളും മനുഷ്യസ്നേഹികളൊക്കെ പ്രവർത്തിച്ചു. ഓച്ചിയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു. എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ 34 കോടി എത്തിച്ചേരാൻ സാധിച്ചു. അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും, കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു കാണിച്ചു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് ആളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് വെച്ചു. ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ. ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ. 34 കോടി രൂപ ആണ് ധർമ്മണിയായിട്ട്. അതൊരു ചാലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുക്കുവാൻ സൗദിയിലെ റിയാദിലെ ഉണ്ടായിട്ടുള്ള റിയാദിലെ സന്നദ്ധ സംഘടനകൾ എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനയും കൂടി യോജിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട്
ഇത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഒരു അനുകമ്പയുടെ ഒരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം. ഏതാണ്ട് പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത്. ഇതിനൊക്കെ മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതനേതാക്കന്മാരുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ഭാഗം അവരൊക്കെ തന്നെ തയ്യാറായി. ഈ സന്ദർഭത്തിൽ നമുക്ക് ബാബിനോട് ലക്ഷ്യം നേടുന്നതിൽ ഗോപി തെക്കൻ ഗവർണറുടെ ഇടപെടൽ വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്ത് ഈ ഗോപി തെക്കൻ നടത്തിയ എന്താ പേരിട്ട് അത് വളരെയധികം അതിനെ സംഖ്യ വരാതിരിക്കാണ്. എന്ത് നല്ലത് ചെയ്താലും ഒരു ചീത്തപ്പേര് വരുമല്ലോ. ഇപ്പൊ തന്നെ ചെറുതായിട്ട്, അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറെ അടിച്ചു മാറ്റണമെന്ന് വന്നു. അപ്പൊ തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി. പിന്നീട് അബ്ദുറഹീമിന്റെ സേവ് അബ്ദുറഹീമിന്റെ ആപ്പിലേക്കും ഉമ്മാന്റെ ഫാത്തുവിന്റെ GPay അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ്. ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല. അതിന് ശേഷം 1 കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്.